Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIIMS Nagpur. In നമ്മൾ NCERT class 11 chapter number 15 plant growth and development എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ NCERT HMലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ഡയറക്ട്ലി കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? എഥിലീൻ ഇസ് യൂസ്ഡ് ഫോർ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? റിട്ടാർഡിംഗ് റൈപ്പനിങ് ഓഫ് ടൊമാറ്റോസ്. സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഹേസ്റ്റനിങ് ദ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. തേർഡ് പറയുന്നത് സ്ലോയിങ് ഡൗൺ റൈപ്പനിങ് ഓഫ് ആപ്പിൾസ്. ആൻഡ് ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് ബോത്ത് ബി ആൻഡ് സി. അതായത് രണ്ടും ബി ആൻഡ് സി ആർ റൈറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്തറിയണം? എഥിലീൻ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് അറിയണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് അബൌട്ട് എഥിലീൻ. അപ്പൊ നമുക്കറിയാം എഥിലീൻ ഇസ് വൺ എമംഗ് ദി പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അപ്പൊ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസിന്റെ കൂടെ നമ്മൾ പഠിച്ചതാണ് എഥിലീൻ. ആൻഡ് എഥിലീന്റെ മേജർ വേൾഡ് വൈഡ് യൂസ് എങ്ങനെയാന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്യുക. ആൻഡ് ഫ്രൂട്ട്സ് റൈപ്പൻ ചെയ്ത് പിന്നെ എന്തിനാ ഉപയോഗിക്കുന്നത്? പ്രൊഡക്ഷൻ ഓഫ് മോർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പ്രൊഡക്ഷൻ ഓഫ് മോർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇനി അതിന്റെ ഫോർമുല നമുക്കറിയാം എന്താണ്? C2H4 ആണ്. അതായത് CH2 ഡബിൾ ബോണ്ട് CH2. ഇനി ആസ് എ പ്ലാന്റ് ഹോർമോൺ എഥിലീൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത്, ആൻഡ് നമ്മുടെ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സും ഫ്ലവേഴ്സിന്റെ ഓപ്പണിംഗ് എല്ലാം എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞു മോർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കും, റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് വൈറ്റൽ റോൾ ഇത് എങ്ങനെയാണ് പ്ലാന്റ്സിൽ പ്ലേ ചെയ്യുന്നതെന്നുള്ള അതിന്റെ മേജർ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോ ഫസ്റ്റ് എന്താ? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഫ്രൂട്ട് റൈപ്പനിങ്. അപ്പോ റൈപ്പനിങ് ഫ്രൂട്ട്സ് ക്വസ്റ്റ്യൻ കണ്ടാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൻസർ എന്തായിരിക്കും? എഥിലീൻ. ഇനി ഇത് കൂടാണ്ട് എഥിലീൻ എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്സ് ഇൻ റൂട്ട് ഇനീസിയേഷൻ. പിന്നെ അടുത്ത എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ഇറ്റ് ഇൻക്രീസസ് സ്പീഡ് ഓഫ് ലീഫ് ആൻഡ് ഫ്ലവർ സെൻസൻസ്. അതായത് ഏജിങ്ങിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് ഫ്രൂട്ട്സ് എന്ത് ചെയ്യുന്നത്? റൈപ്പൻഡ് ആവുന്നത്. അപ്പൊ ബാക്കിയുള്ള പാർട്സ് ആയ ലീഫിലും ഫ്ലവറിലും ഇത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ് ദി സ്പീഡ് ഓഫ് ലീഫ് ആൻഡ് ഫ്ലവർ സെൻസൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് സീഡ് ജെർമിനേഷനിൽ ഇത് എന്ത് റോളാണ് വഹിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് ഇൻഡ്യൂസ് ചെയ്യോ അതോ ഇൻഹിബിറ്റ് ചെയ്യോ എന്ന് വെച്ചാൽ എന്ത് എഴുതണം? ഇറ്റ് ഇൻഡ്യൂസസ് സീഡ് ജെർമിനേഷൻ. പിന്നെ റൂട്ട് ഗ്രോത്തിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ സീഡ് പഠിച്ചു, ഫ്ലവർ പഠിച്ചു, ഫ്രൂട്ട് പഠിച്ചു. ഇനി റൂട്ട് ഇനീസിയേഷന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി റൂട്ട് ഗ്രോത്ത് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഇൻഡ്യൂസസ് റൂട്ട് ഗ്രോത്ത്. പിന്നെ ക്ലൈമറ്റിന്റെ അനുസരിച്ച് നമ്മുടെ പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ചില ഫ്രൂട്ട്സിൽ കാണുന്ന റെസ്പിറേഷൻ അതും എന്ത് ചെയ്തു? നമ്മുടെ എഥിലീൻ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഇൻഡ്യൂസസ് ക്ലൈമാറ്ററിക് റൈസ് ഇൻ റെസ്പിറേഷൻ ഇൻ സം ഫ്രൂട്ട്സ്. പിന്നെ ഇത്രയും കാര്യം നമ്മൾ എന്തെന്ന് പഠിച്ചു? ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് പഠിച്ചത്. ഇനി അത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് വിച്ച് ഇസ് ഇൻഹിബിറ്റ്സ്. എഥിലീനും ഇൻഹിബിഷനും ഒരുമിച്ച് വന്നാൽ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യണം? സ്റ്റെം ഗ്രോത്ത്. ഇറ്റ് ഇൻഹിബിറ്റ് സ്റ്റെം ഗ്രോത്ത് ആൻഡ് ഇറ്റ് ഓൾസോ ഇന്റർഫിയർ വിത്ത് ഓക്സിൻ ട്രാൻസ്പോർട്ട്. അപ്പൊ അതും ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. ഇന്റർഫെറൻസ് വിത്ത് ഓക്സിൻ ട്രാൻസ്പോർട്ട്. ആൻഡ് NCERT അടുത്ത സെന്റൻസ് ഇതായിരുന്നു. എഥിലീൻ ഇൻഡ്യൂസസ് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾസ്. അപ്പോ ഇത്ര എന്താണ് എഥിലീന്റെ മേജർ ഫങ്ഷൻസ് ആണ്. ഇനി ഓരോ കേസിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റണം? എഥിലീൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ചോദിക്കാൻ എഴുതാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ് ഗ്രോത്ത് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എഥിലീൻ എന്താണ് ഡിഫറൻസ് വരുത്തുന്നത് വെച്ചാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? എഥിലീൻ സ്റ്റിമുലേറ്റ്സ് ഹൊറിസോണ്ടൽ ഗ്രോത്ത് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ദി ആക്സിസ്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഇലോങ്ങേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗ്രോത്ത് എഥിലീൻ ഇൻഹിബിറ്റ് ചെയ്ത് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഏത് ടൈപ്പ് ഓഫ് ഗ്രോത്ത്? ഹൊറിസോണ്ടൽ ഗ്രോത്ത്. ഇനി ഇൻ കേസ് ഓഫ് ഗ്രാവിറ്റി ഗ്രോത്ത് നമ്മൾ കണ്ടു. ഇനി ഗ്രാവിറ്റിന്റെ കേസിൽ എഥിലീൻ എന്ത് ഡിഫറൻസ് ആണ് കൊണ്ടുവരുന്നത് വെച്ചാൽ എന്ത് ചെയ്തു? സെൻസിറ്റിവിറ്റി ടു ഗ്രാവിറ്റി ഉണ്ടാവും ഈച്ച് പ്ലാന്റ്സിനും. ആ സെൻസിറ്റിവിറ്റി ടു ഗ്രാവിറ്റിനെ എങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്ന വെച്ചാൽ ഇറ്റ് റെഡ്യൂസസ് സെൻസിറ്റിവിറ്റി ടു ഗ്രാവിറ്റി. അപ്പൊ എന്ത് പറ്റും? സെൻസിറ്റിവിറ്റി ടു ഗ്രാവിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ പറ്റും? സ്റ്റെംസ് എങ്ങനെ ജിയോട്രോപ്പിക് ആവും? Stems become positively geotropic
ആൻഡ് പോസിറ്റീവ്ലി ജിയോട്രോപിക് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ദി എർത്ത്. അപ്പോ അവർ എങ്ങനെ അണ്ടർഗോ ചെയ്യും? ലീവ്സ് ആയാലും ഫ്ലവേഴ്സ് ആയാലും ബാക്കിയുള്ള പാർട്സ് എങ്ങനെ പോകും? ദേ അണ്ടർഗോ ഡ്രൂപ്പിംഗ്, അതായത് കുറച്ചും കൂടി പോസിറ്റീവ്ലി ടുവേർഡ്സ് ദി എർത്ത് അല്ലെങ്കിൽ ടുവേർഡ്സ് ദി ഗ്രൗണ്ടിന്റെ പൊസിഷനിലേക്ക് മാറും. ആൻഡ് സെനസെൻസ് ഗ്രോത്ത് കണ്ടു, ഗ്രാവിറ്റി കണ്ടു. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെനസെൻസിൽ എന്ത് റോളാണ് വഹിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് പറ്റും? സ്പീഡിങ് അപ്പ് ഓഫ് സെനസെൻസ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ലീവ്സ് ഒക്കെ വേഗം എന്ത് ചെയ്തു? ദേ ഇൻക്രീസ് ദ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് സെനസെൻസിലേക്ക് അടുക്കുന്നു. ഇനി ആബ്സിഷനിൽ ഇതും എങ്ങനെയാണ്? പോസിറ്റീവ് ഇൻഫ്ലുവൻസ് തന്നെയാണ്. സ്റ്റിമുലേറ്റ്സ് ആബ്സിഷൻ ഓഫ് ഫ്ലവേഴ്സ്. ഇത് ആബ്സിഷൻ ആണ്. ആബ്സിഷൻ ഓഫ് ഫ്ലവേഴ്സ്, ലീവ്സ്, ഫ്രൂട്ട്സ് എക്സെട്ര ബാക്കിയുള്ള എല്ലാ പാർട്സിനെയും ആബ്സിഷൻ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് അപ്പൈക്കൽ ഡോമിനൻസിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പൈക്കൽ ഡോമിനൻസ് ഇസ് പ്രൊമോട്ടഡ് ബൈ എഥിലീൻ. അപ്പൈക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിനോമിനൻ ആണ് ഇൻ വിച്ച് എന്താണ് അപ്പൈക്കൽ ഗ്രോത്ത് കാണിക്കുമ്പോൾ, അതായത് ഒരു സ്റ്റെം അല്ലെങ്കിൽ ഏത് പാർട്ടാന്ന് വെച്ചാൽ അത് അപ്പൈക്കലി ഗ്രോ ചെയ്യാ, എലോങ്ങേറ്റ് ചെയ്യാണ്. അപ്പൊ അപ്പെക്സ് ഗ്രോത്ത് കാണിക്കുമ്പോൾ അത് ലേറ്ററൽ ബഡ്സിന് എന്ത് ചെയ്തു? ഇൻഹിബിറ്റ് ചെയ്ത് മോർ ടുവേർഡ്സ് ദി അപ്പൈക്കൽ സൈഡിലേക്ക് തന്നെ ഗ്രോത്ത് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അപ്പൈക്കൽ ഗ്രോത്ത് എഥിലീൻ എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ അപ്പൈക്കൽ ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ലേറ്ററൽ ബഡ്സ് എന്ത് ചെയ്യണം? ലേറ്ററൽ ബഡ്സ് വലിയ ഗ്രോത്ത് കാണിക്കരുത്. അപ്പോൾ അങ്ങനെ അവർ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? ഇറ്റ് പ്രൊമോട്ട്സ് ദി ഡോർമെൻസി ഓഫ് ലേറ്ററൽ ബഡ്സ്. ഡോർമെൻസിന്റെ കേസിൽ, ഡോർമെൻസി ഓഫ് സീഡ്സ് ആൻഡ് ബഡ്സിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡോർമെൻസി ഓഫ് സീഡ്സ് ആൻഡ് ബഡ്സ് ആർ ബ്രോക്കൺ. അപ്പൊ ബ്രേക്കിംഗ് ഡോർമെൻസിയിലും ആര് ഹെൽപ്പ് ചെയ്തു? എഥിലീൻ ഹെൽപ്പ് ചെയ്തു. ഇനി ബാക്കിയുള്ള ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് ലൈക്ക് ബനാന ആയാലും മാംഗോ ആയാലും ആപ്പിൾ ആയാലും എന്താണ്? ഇറ്റ് ഇൻഡ്യൂസസ് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്. അപ്പൊ നമ്മൾ പഠിച്ചാണ് എന്താണ്? നമുക്ക് പഴുക്കാത്ത എന്തെങ്കിലും പഴുണ്ടെങ്കിൽ അതിന്റെ മേലെ കുറച്ച് എഥിലീൻ അടിച്ചു കൊടുത്താല് ആ പ്ലാന്റ് ഗ്രോത്തിന്റെ ഇൻഫ്ലുവൻസ് കാരണം അത് പെട്ടെന്ന് റൈപ്പൻഡ് ആവും ആൻഡ് പെട്ടെന്ന് സെനസെൻസിലേക്ക് നീങ്ങും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി എന്തിനെ പറ്റി അറിയണം? എഥിലീനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇനി ഇതിൽ ഞാനിപ്പോ എന്തൊക്കെ പറഞ്ഞു? ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ റൈപ്പനിങ് ഫ്രൂട്ട്സ് ആണ്. പ്രൊഡക്ഷൻ ഓഫ് മോർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കാണിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് വൈറ്റൽ റോൾ ഏതിലൊക്കെ കാണിച്ചു? എല്ലാം ഇനീഷ്യേറ്റ് ചെയ്യുക, ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ഇൻക്രീസ് സ്പീഡ് ഓഫ് സെനസെൻസ്, ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സെനസെൻസും ഇൻക്രീസ് ചെയ്യും. ആൻഡ് അതിന്റെ കൂടെ തന്നെ റൂട്ട് ഇസ് ഇനീഷ്യേറ്റഡ്. അത് കഴിഞ്ഞ് സീഡ് ജെർമിനേഷനിൽ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? സീഡ് ജെർമിനേഷൻ ഇസ് ഇൻഡ്യൂസ്ഡ്. അത് കഴിഞ്ഞ് എന്താണ് കണ്ടത്? അതായത് ക്ലൈമാറ്റിക് റൈസ് ഇൻ റെസ്പിറേഷൻ, അതായത് മെറ്റബോളിസം കൂടുകയാണ്, സ്പീഡ് ഓഫ് ഗ്രോത്ത് കൂടുകയാണ്. അങ്ങനെ അവർ എന്ത് ചെയ്തു? റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്തു. ആൻഡ് സ്റ്റെം ഗ്രോത്ത് മാത്രം എന്ത് ചെയ്തു? ഇത് ഇൻഹിബിറ്റ് ചെയ്തു. ആൻഡ് ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഇൻഡ്യൂസസ് ഫ്ലവറിംഗ് ഇൻ ഡിഫറെന്റ് ഫ്രൂട്ട്സ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ഓരോ കേസിലെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇൻ ഫാക്ടേഴ്സ് ലൈക്ക് ഗ്രോത്ത്, ഗ്രാവിറ്റി, സെനസെൻസ്, ആബ്സിഷൻ, അപ്പൈക്കൽ ഡോമിനൻസ്, ഇങ്ങനെ ഓരോന്നും തന്നു ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനനുസരിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യോ, ഇൻഡ്യൂസ് ചെയ്യോ, റെഡ്യൂസ് ചെയ്യോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എഥിലീൻ ഇസ് യൂസ്ഡ് ഫോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്തായിരിക്കും? റിട്ടാർഡിങ് റൈപ്പനിങ് എന്തായാലും അല്ല, അതെന്തായാലും തെറ്റാണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഇത് ഇൻക്രീസ് ആണ് ചെയ്യുന്ന റൈപ്പനിങ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് എന്താ? ഹേസ്റ്റനിങ് ഓഫ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് തന്നിരിക്കുന്നത്. അതും എന്താണ്? അതാണ് കറക്റ്റ് ഓപ്ഷൻ. കാരണം എന്താ? ഹേസ്റ്റൻ ചെയ്യും, അതായത് സ്പീഡപ്പ് ചെയ്യും, ഫാസ്റ്റൻ ചെയ്യും. ഇനി തേർഡ് ഓപ്ഷൻ ഉണ്ട് സ്ലോയിങ് ഡൗൺ റൈപ്പനിങ് ഓഫ് ആപ്പിൾസ് ആണ്. ഈ റിട്ടാർഡിങ്ങും സ്ലോയിങ് ഡൗൺ ഒക്കെ എന്താണ്? തെറ്റാണ്. ആക്ച്വലി അത് ഹേസ്റ്റൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആയിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ MCQ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കോക്കനട്ട് വാട്ടർ കണ്ടെയ്ൻസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കോക്കനട്ട് വാട്ടറിൽ എന്ത് കണ്ടന്റ് ആണ് കൂടുതലുള്ളത്? ഇത് NCERT ഡയറക്ട്ലി എടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഗിവൺ ആർ: ആദ്യം ആബ്സിസിക് ആസിഡ് തന്നിട്ടുണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഓക്സിൻ തന്നിട്ടുണ്ട്, സൈറ്റോകൈനിൻ തന്നിട്ടുണ്ട്, ഗിബറലിൻ തന്നിട്ടുണ്ട്. അപ്പോ കോക്കനട്ട് വാട്ടർ ആക്ച്വലി എന്താണ്? അതും നമ്മുടെ ഏതൊരു ചാപ്റ്ററിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് എൻഡോസ്പേം ആണ്. നമുക്കറിയാം ഫ്രൂട്ടിന്റെ ഉള്ളിലെ ഒരു പാർട്ടാണ് എൻഡോസ്പേം. അത് ന്യൂട്രിറ്റീവ് ടിഷ്യൂ വിച്ച് ഗിവ്സ് ന്യൂട്രിഷൻ ടു ദി ഫ്രൂട്ട്. അപ്പോ ഇറ്റ്സ് ദ ലിക്വിഡ് എൻഡോസ്പേം ഇൻ അൺറൈപ്പൻഡ് ഫ്രൂട്ട്. അപ്പോ ഇതില് ഏതാണ് റിച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അറിഞ്ഞിരിക്കുക, ഫാക്ട് ആണ്. ഇറ്റ് ഇസ് റിച്ച് ഇൻ സൈറ്റോകൈനിൻ. കോക്കനട്ട് വാട്ടർ ഇസ് റിച്ച് ഇൻ സൈറ്റോകൈനിൻ. ബാക്കിയുള്ള ഹോർമോൺസ് എങ്ങനെയാണ്? ആബ്സിസിക് ആസിഡും ഓക്സിനും ഗിബറലിനും ഒക്കെ കോക്കനട്ട് വാട്ടറിൽ ആബ്സെന്റ് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്
the effect of apical dominance can be overcome by എന്നാണ് ചോദിച്ചത്. By which of the following hormone? The apical dominance എന്ന് പറഞ്ഞാൽ എന്താണ്? Apical dominance is a phenomenon. And ഈ ഫിനോമിനൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ലേറ്ററൽ ഗ്രോത്ത് ഇസ് ബീങ് ഇൻഹിബിറ്റഡ്. അതായത് ലേറ്ററൽ ബഡ്സിന്റെ ഡോർമൻസി കൂട്ടി ഗ്രോത്ത് ഓഫ് ലേറ്ററൽ ബഡ്സ് ഗെറ്റ് ഇൻഹിബിറ്റഡ് ആൻഡ് ഓൺലി ദ ഗ്രോത്ത് ഓഫ് അപ്പൈക്കൽ ബഡ് ടേക്സ് പ്ലേസ്. അപ്പോ അപ്പൈക്കൽ ബഡ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൈക്കൽ ബഡ് ഗ്രോത്ത് ഇൻഹിബിറ്റ്സ് ലേറ്ററൽ ബഡിന്റെ ഗ്രോത്ത്. അപ്പോ ഈ അപ്പൈക്കൽ ഡോമിനൻസ് കാണിക്കുന്നതിന്റെ മെയിൻ ആക്ഷൻ ഏത് ഹോർമോണിന്റെ ആണെന്ന് ചോദിച്ചാൽ എന്ത് പറ്റും? It is due to the action of auxin, which is present at the apical regions of root and shoot. Apical regions le കാണുന്ന auxin content കൂടുതലാണ് and ഈ auxin ആണ് apical dominance ന് കാരണക്കാരായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കണം, ഓക്സിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ആന്റഗോണിസ്റ്റ് ആണ് സൈറ്റോകൈനിൻ. ഓക്സിന്റെ ആന്റഗോണിസ്റ്റ് എന്നാൽ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് സൈറ്റോകൈനിൻ. അപ്പോ ഇതിപ്പോ എന്തിനാ പറഞ്ഞത്? അപ്പൊ ഓക്സിന്റെ ആക്ഷൻ ആയ അപ്പൈക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ, അതിനെ മറികടക്കാൻ ആര് ഹെൽപ്പ് ചെയ്തു? നമ്മുടെ ആന്റഗോണിസ്റ്റ് ആയ സൈറ്റോകൈനിൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? എഫക്ട് ഓഫ് അപ്പൈക്കൽ ഡോമിനൻസ് കെൻ ബി ഓവർകം ബൈ ഏതാണ്? സൈറ്റോകൈനിൻ. കാരണം ബീയിങ് ദ ആന്റഗോണിസ്റ്റ് ഫോർ ഓക്സിൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന ഇൻഡോൾ അസറ്റിക് ആസിഡ്, അത് ഏതിനോടാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്? വീഡ് ഫ്രീ ലോൺസ്. അപ്പൊ ഓപ്ഷൻ എ എന്തായിരിക്കും? 4. വീഡ് ഫ്രീ ലോൺസിന് വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? IAA ഉപയോഗിക്കുന്നത്. ഇതൊക്കെ NCERT ഓൾറെഡി കൊടുത്താണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. ഇനി ബി തന്നിരിക്കുന്നത് എന്താ? ആബ്സിസിക് ആസിഡ്. ആബ്സിസിക് ആസിഡ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? അതിന്റെ ആബ്സിസിക് ആസിഡിന്റെ വൺ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ ആണ് സ്റ്റൊമേറ്റൽ ക്ലോഷർ, സ്റ്റൊമേറ്റ അടച്ചു വെക്കുക എന്നുള്ളത്. അപ്പൊ ബി എന്തായിരിക്കും? 3 ആന്ന് മനസ്സിലായി. ഇനി സി എഥിലീൻ. എഥിലീൻ നമ്മളിപ്പോ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. അപ്പൊ സി എന്തായിരിക്കും? 5. ഡി ഗിബറലിക് ആസിഡ് എന്തായിരിക്കും? ഗിബറലിക് ആസിഡ് ചെയ്യുന്നത് ഇതിൽ ഹെറിൻ സ്പേം DNA ആണോ? അല്ല. കാരണം എന്താ? ഹെറിൻ സ്പേം DNA നമ്മൾ സൈറ്റോകൈനിന്റെ കൂടെയാണ് പഠിച്ചത്. ഇനി ബോൾട്ടിംഗ് ആണ് ഗിബറലിക് ആസിഡിന്റെ ഫംഗ്ഷൻ. ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ. അപ്പൊ ഡി എന്തായിരിക്കും? 2 ആൻഡ് ഫൈനലി ഇ എന്ന് പറയുന്നത് 1. അപ്പൊ 4, 3, 5, 2, 1 വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആപ്പിൾസ് ആർ ജനറലി റാപ്ഡ് ഇൻ വാക്സ്ഡ് പേപ്പർ ടു. എന്തുകൊണ്ടാണ് ആപ്പിൾ വാക്സ്ഡ് പേപ്പറിൽ കവർ ചെയ്ത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പൊ ഓപ്ഷൻ എ തന്നെ പ്രിവെന്റ് സൺലൈറ്റ് ഫോർ ചേഞ്ചിങ് ഇറ്റ്സ് കളർ. ഓപ്ഷൻ ബി പ്രിവെന്റ് എയറോബിക് റെസ്പിറേഷൻ ബൈ ചെക്കിംഗ് ദി എൻട്രി ഓഫ് ഓക്സിജൻ. ഓപ്ഷൻ സി പ്രിവെന്റ് എത്തിലീൻ ഫോർമേഷൻ ഡ്യൂ ടു ഇഞ്ചുറി. ഓപ്ഷൻ ഡി മേക്ക് ദി ആപ്പിൾസ് ലുക്ക് അട്രാക്റ്റീവ്. അപ്പോ ഇത് അറിഞ്ഞിരിക്കേണ്ട എന്താന്ന് വെച്ചാല്, ആപ്പിൾസിന് നമുക്ക് എന്തുണ്ടെന്ന് അറിയാം? ആപ്പിൾസിന്റെ സ്കിന്നിൽ വി ഹാവ് സർട്ടൻ സ്ട്രക്ചേഴ്സ് കോൾഡ് ലെന്റിസെൽസ്. ലെന്റിസെൽസ് നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്താണ്. എന്താണ്? ട്രീന്റെ ഗേഷ്യസ് എക്സ്ചേഞ്ചിനും ട്രാൻസ്പിറേഷനും ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ ആപ്പിൾസിന്റെ സർഫസിലും എന്തുണ്ട്? ദേ ഹാവ് ലെന്റിസെൽസ് ഓൺ ദെയർ സ്കിൻ ത്രൂ വിച്ച് എന്ത് ഹെൽപ്പ് ചെയ്യുന്ന ഏത് ഫംഗ്ഷൻ? റെസ്പിറേഷൻ ഇസ് കോംപ്ലിമെന്റഡ്. റെസ്പിറേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ലെന്റിസെൽസ് ഉണ്ട്. ആൻഡ് നമ്മൾ ഈ വാക്സ് പേപ്പർ വെച്ച് എന്താണ് ചെയ്യുന്നത്? വാക്സ് പേപ്പർ വെച്ച് ആപ്പിളിനെ കവർ ചെയ്യുമ്പോൾ ഈ ലെന്റിസെൽസ് ആർ ഗെറ്റിംഗ് കവേർഡ്. അപ്പോൾ ലെന്റിസെൽസ് കവേർഡ് ആയാൽ എന്ത് പറ്റും? റെസ്പിറേഷൻ ഇസ് ഇൻഹിബിറ്റഡ്. റെസ്പിറേഷൻ ഇൻഹിബിറ്റ് ചെയ്ത് നമുക്ക് എന്താ ഗുണം? ഇറ്റ് പ്രിവെന്റ്സ് ദി ഓവർ റൈപ്പനിങ് ഓഫ് ആപ്പിൾ. പ്രിവെന്റ്സ് ഓവർ റൈപ്പനിങ് ഓഫ് ആപ്പിൾസ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? പ്രിവെന്റ് സൺലൈറ്റ് ഫോർ ചേഞ്ചിങ് ഇറ്റ്സ് കളർ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ചേഞ്ച് ഇറ്റ്സ് കളർ ഡ്യൂ ടു ഓക്സിഡേഷൻ ആണ്, പക്ഷെ അതിനു വേണ്ടിയാണ് നമ്മൾ വാക്സ്ഡ് പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രിവെന്റ് എയറോബിക് റെസ്പിറേഷൻ ബൈ ചെക്കിംഗ് ദി എൻട്രി ഓഫ് ഓക്സിജൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ lenticels are covered, aerobic respiration is prevented, oxygen entry is prevented, and hence over ripening is prevented. Fifth question answer option B. Any sixth question. Growth can be measured in various ways. Which of these can be used as parameters to measure growth? ഗ്രോത്ത് മെഷർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് താഴെ തന്നിരിക്കുന്നതിന് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇൻക്രീസ് ഇൻ സെൽ നമ്പർ. രണ്ടാമത് തന്നിരിക്കുന്നത് ഇൻക്രീസ് ഇൻ സെൽ സൈസ്, ഇൻക്രീസ് ഇൻ ലെങ്ത് ആൻഡ് വെയിറ്റ്, ഓൾ ഓഫ് ദി അബവ്. അപ്പൊ ഇതിന് ആൻസർ എന്തായിരിക്കും? നമുക്ക് ഗ്രോത്ത് മെഷർ ചെയ്യണമെങ്കിൽ പല പല പാരാമീറ്റേഴ്സും യൂസ് ചെയ്യാം. ഗ്രോത്ത് ബീങ് ദി മോസ്റ്റ് ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ ലിവിംഗ് ഓർഗാനിസംസ്
അതെങ്ങനെയാണ്? നമുക്ക് ഇൻഡിവിജ്വൽ സെല്ലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനോ അതിന്റെ പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഓർഗനിസമിന്റെ ഹോൾ ഗ്രോത്ത് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ഇൻ സെൽ നമ്പർ നോക്കിയോ, ഇൻക്രീസ് ഇൻ സെൽ സൈസ് നോക്കിയോ, അല്ലെങ്കിൽ ലെങ്തോ വെയിറ്റോ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇൻക്രീസ് ഇൻ സെൽ നമ്പർ ആണ്. നമ്പർ ഓഫ് സെൽസ് ഇസ് ദ പാരാമീറ്റർ ടു മെഷർ ദി ഗ്രോത്ത് എന്ന് നമുക്കറിയാം. പക്ഷെ ദിസ് ഇസ് ഈസിലി ഒബ്സർവ്ഡ് ഇൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൽസ് ആണ് അറിഞ്ഞിരിക്കുക. ലൈക്ക് ആൽഗെ അല്ലെങ്കിൽ ചില പ്ലാന്റ് സെൽസ് ഇൻ കൾച്ചറിൽ നമ്മൾ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാം? ഇൻക്രീസ് ഇൻ സെൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഗ്രോത്ത് ഒരു പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇൻക്രീസ് ഇൻ സെൽ സൈസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? നമുക്കറിയാം ഓർഗാനിസമിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും ബൈ മൾട്ടിസെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ കാരണം എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ഇൻക്രീസ് ഇൻ സെൽ സൈസ് നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ആൻഡ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ഇൻ ലെങ്ത് ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. ഇൻക്രീസ് ഇൻ ലെങ്ത് എന്തുകൊണ്ടായിരിക്കും? സെൽ ഡിവിഷൻ നടന്നു ആൻഡ് ഡിവിഷൻ നടന്ന് എലോങ്ങേഷൻ നടക്കുന്നു. അപ്പൊ അങ്ങനെ എലോങ്ങേഷൻ നടക്കുന്നത് നമുക്ക് ഗ്രോത്ത് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓഫ് പോളൻ ട്യൂബ് ഓഫ് ജെർമിനേറ്റിംഗ് പോളൻ. ഇനി വെയിറ്റിന് അടുത്ത ഓപ്ഷൻ വന്നിട്ടുണ്ട്. വെയിറ്റ് ഇസ് ആക്ച്വലി എങ്ങനെയാണ്? വെയിറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാന്റ് ഗ്രോത്ത് ആണ് മേജർ ആയിട്ട് നോക്കേണ്ടത്. ആൻഡ് വി ഓൾസോ ടേക്ക് 2 ടൈപ്സ് ഓഫ് വെയിറ്റ് വിച്ച് ഇസ് ഫ്രഷ് വെയിറ്റ് ഓർ ഡ്രൈ വെയിറ്റ്. അതായത് വാട്ടർ കണ്ടന്റ് ലോങ് വിത്ത് നോക്കുകയാണെങ്കിൽ, വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഫ്രഷ് വെയിറ്റ് ആയിരിക്കും. ആൻഡ് വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്ത് വെയിറ്റ് ഓഫ് ടിഷ്യൂ നോക്കുകയാണെങ്കിൽ അത് ഡ്രൈ വെയിറ്റ് ആയിരിക്കും. ഇതൊക്കെ എന്താണ്? ഓരോ പാരാമീറ്റേഴ്സ് ആണ് ടു മെഷർ ദി ഗ്രോത്ത് ഓഫ് സർട്ടൻ ഓർഗാനിസംസ്. അതിൽ ചില ഓർഗാനിസമിന് നമുക്ക് ചില രീതി പ്രിഫർ ചെയ്യാം ആൻഡ് ബാക്കിയുള്ള ഓർഗാനിസമിന് വേറെ രീതി. അങ്ങനെ എല്ലാത്തിനും ഒരേ രീതിയാണ് ഉപയോഗിക്കണം നമുക്കില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആൽഗയും കൾച്ചറിൽ വളരുന്ന സെൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇൻക്രീസ് ഇൻ സെൽ നമ്പർ ഉപയോഗിക്കും. അല്ലെങ്കിൽ ലെങ്ത് എപ്പോഴാണ് നോക്കുന്നത്? ഇൻ കേസ് ഓഫ് പോളൻ ട്യൂബ്. ഇനി വെയിറ്റ് എപ്പോഴാണ് നോക്കുന്നത്? മോസ്റ്റ്ലി ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് ഡ്രൈ വെയിറ്റോ ഫ്രഷ് വെയിറ്റോ എടുത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ദ ടേം സിനർജിസ്റ്റിക് ആക്ഷൻ ഓഫ് ഹോർമോൺസ് റെഫേഴ്സ് ടു. സിനർജിസ്റ്റിക് ആക്ഷന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എന്താ? 6th ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ് ഓപ്ഷൻ ഡി. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ ടേം സിനർജിസ്റ്റിക് ആക്ഷൻ എന്താണെന്നാണ്. when 2 hormones act together but bring about opposite effects ആണോ? അതോ when 2 hormones act together and contribute to the same function ആണോ? അല്ലെങ്കിൽ ഒരു ഹോർമോൺ എഫക്ട്സ് മോർ ദൻ 1 ഫംഗ്ഷനെയാണോ? അല്ലെങ്കിൽ when many hormones bring about any one function ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന് ആൻസർ? എന്തായിരിക്കും? സിനർജിസ്റ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഹോർമോൺസ് ടുഗെദർ ആയിട്ട് ആക്ട് ചെയ്യുക ആൻഡ് സെയിം ഫംഗ്ഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ടുഗെദർ ആക്ടും ചെയ്യണം, സെയിം ഫംഗ്ഷന് കോൺട്രിബ്യൂട്ടും ചെയ്യണം. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്പോസിറ്റ് എഫക്ട്സ് അല്ല, ഒരു ഹോർമോൺ മറ്റു ഹോർമോണിനെ കൂടുതൽ എഫക്ട് ചെയ്യുന്നതും അല്ല, ആൻഡ് മെനി ഹോർമോൺസ് ബ്രിങ് അബൌട്ട് എനി വൺ ഫംഗ്ഷനും തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഓപ്ഷൻ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി. 2 hormones act together and contribute to the same function. For example, synergistic എഫക്റ്റിനെ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫംഗ്ഷൻ എടുത്തു, ഫ്ലവറിങ്ങില് എഥിലീൻ എന്താണ് ചെയ്യുന്നത്? എഥിലീൻ ഇൻഡ്യൂസസ് ഫ്ലവറിങ് ആൻഡ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാണ് എഥിലീൻ. അപ്പൊ ഇത് പ്ലസ് നമുക്ക് പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ്. ഇതേപോലെ തന്നെ ഓക്സിനും എങ്ങനെയാണ് ചെയ്യുന്നത്? ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദി റേറ്റ് ഓഫ് ഫ്ലവറിങ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷൂട്ട് സ്റ്റെം സെൽ നീഷ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഓക്സിനും സൈറ്റോകൈനിനും ഒരുമിച്ച് ആക്ട് ചെയ്യുന്നു. ഷൂട്ട് സ്റ്റെം സെല്ലിന്റെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്ത് പറയാം? ഓക്സിനും സൈറ്റോകൈനിനും അതിന് പോസിറ്റീവ് ഇന്ററാക്ഷൻ ആണ് കൊടുക്കുന്നത് ടു കൺട്രോൾ ദി ഷൂട്ട് സ്റ്റെം സെൽ നീഷ്. ഇനി സിനർജിസ്റ്റിക് എഫക്ട് പോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആന്റഗോണിസ്റ്റിക് എഫക്ട്. ആന്റഗോണിസ്റ്റിക് എഫക്ട് നമ്മൾ ഓൾറെഡി ഇപ്പൊ ഒരു എക്സാമ്പിൾ കണ്ടിരുന്നു. ഇതെങ്ങനെയാണ്? സെയിം പ്ലാന്റ് പാർട്ടില് ഹോർമോൺസ് ആക്ട് ചെയ്യാണ്, പക്ഷെ അവരുടെ എഫക്ട് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഹോർമോൺസ് ആക്ട് ഓൺ ദി ഹോർമോൺസ് ആക്ടിങ് ഓൺ ദി സെയിം പ്ലാന്റ് പാർട്ട് ബട്ട് ബ്രിങ്ങിങ് അബൌട്ട് എങ്ങനത്തെ ഓപ്പോസിറ്റ് എഫക്ട്, ബട്ട് വിത്ത് ഓപ്പോസിറ്റ് എഫക്ട്സ്. ഇതിനെയാണ് ആന്റഗോണിസ്റ്റിക് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഓൾറെഡി കണ്ടു ഇൻ കേസ് ഓഫ് അപ്പൈക്കൽ ഡോമിനൻസ് നോക്കിയപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഓക്സിൻ ഇസ് പ്രൊമോട്ടിങ് അപ്പൈക്കൽ ഡോമിനൻസ്.
പക്ഷെ അത് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുത്തു? സൈറ്റോകൈനിൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ത് മനസ്സിലായി? ഒരേ സെറ്റ് ഓഫ് ഹോർമോൺസ് തന്നെ സിനർജിസ്റ്റിക് ആക്ഷനും കാണിക്കാം, ആന്റഗോണിസ്റ്റിക് ആക്ഷനും കാണിക്കാം ഇൻ ദി സെയിം പ്ലാന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. അതിന്റെ ഓപ്ഷൻ ബി എന്ന് ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ, വെൻ two hormones act together on the same plant part but bring about opposite effects ആണെങ്കിൽ അത് എന്ത് ആക്ഷൻ ആണ്? ആന്റഗോണിസ്റ്റിക് ആണ് and not synergistic. ഇനി 8th question, plasticity in plant growth means. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഫിനോമിനൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വന്നിരിക്കുന്നത് പ്ലാന്റ് റൂട്ട്സ് ആർ എക്സ്റ്റെൻസിബിൾ. ഓപ്ഷൻ ബി പ്ലാന്റ് ഡെവലപ്മെന്റ് ഇസ് ഡിപെൻഡന്റ് ഓൺ ദി എൻവയൺമെന്റ്. ഓപ്ഷൻ സി സ്റ്റെംസ് ക്യാൻ എക്സ്റ്റെൻഡ്. ആൻഡ് ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് എന്താ? നൺ ഓഫ് ദി അബവ്. അപ്പോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ കേസ് നമ്മൾ എപ്പോഴാണ് കാണുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ഇസ് പ്ലാസ്റ്റിസിറ്റി? പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഓരോ പ്ലാന്റിനും എന്ത് എബിലിറ്റി ഉണ്ട്? ഒരു കൈൻഡ് ഓഫ് എബിലിറ്റി ഉണ്ട്. ആൻഡ് നമ്മുടെ എൻവയൺമെന്റൽ ചേഞ്ച് അനുസരിച്ച് അവര് അതിന്റെ റേറ്റ് ഓഫ് ഗ്രോത്തോ ഡെവലപ്മെന്റോ മെറ്റബോളിസോ അവരുടെ എല്ലാ ഇന്റേണൽ പ്രോസസ്സും എന്ത് ചെയ്തു? അവര് ഓൾട്ടർ ചെയ്യുന്നു. ആൻഡ് ഹെൻസ് അഡ്ജസ്റ്റിംഗ് ടു പെർട്ടിക്കുലർ ഗിവൺ എൻവയൺമെന്റ് ഇൻ വിച്ച് ദേ ആർ പ്രസന്റ്. അപ്പൊ പ്ലാസ്റ്റിസിറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ദി പ്ലാന്റ് ടു adjust to a particular environment by altering the rate of growth. അവരുടെ ഗ്രോത്ത് റേറ്റ് ഓൾട്ടർ ചെയ്യാം. അവർക്ക് എല്ലാ എൻവയൺമെന്റൽ കണ്ടീഷനും ഒരേപോലെ ഒരേ ഗ്രോത്ത് റേറ്റ് വെച്ച് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ അക്കോർഡിംഗ് ടു ഹൗ ദി ക്ലൈമറ്റ് അല്ലെങ്കിൽ എൻവയൺമെന്റ് ചേഞ്ചസ് അവർ അവരുടെ ഇന്റേണൽ പ്രോസസ്സ് എന്ത് ചെയ്തു? ഓൾട്ടർ ചെയ്യുന്നു. ലൈക്ക് ദി റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ മെറ്റബോളിസം. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു പ്ലാന്റിന് പെർട്ടിക്കുലർ ഗ്രോത്തിന് ഇൻഹിബിഷൻ കിട്ടുകയാണെങ്കിൽ ചില പ്ലാസ്റ്റിസിറ്റിയുടെ ഫങ്ഷൻസ് കാരണം അവർക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഹെൽപ്സ് ദി പ്ലാന്റ് ടു ഇനീഷ്യേറ്റ് സെൽ ഡിവിഷൻ ഫ്രം എനി ടിഷ്യൂ ഓഫ് ദി പ്ലാന്റ്. ഇറ്റ് അലൗസ് ഇനീഷ്യേഷൻ ഓഫ് സെൽ ഡിവിഷൻ ഫ്രം എനി ടിഷ്യൂ ഓഫ് ദി പ്ലാന്റ്. ആൻഡ് വേറൊരു എക്സാമ്പിൾ പറയുന്നത് എന്താ? ചില ലോസ്റ്റ് ഓർഗൻസ് അല്ലെങ്കിൽ ഫങ്ഷൻ നഷ്ടപ്പെട്ട ഓർഗൻസ് അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും, റീജനറേറ്റ് ചെയ്യാൻ പറ്റും. എബിലിറ്റി ടു റീജനറേറ്റ് ലോസ്റ്റ് ഓർഗൻസ് ആൻഡ് പല രീതിയിലുള്ള സെവറൽ ഡെവലപ്മെന്റൽ പാത്വേസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഫോർ ഇറ്റ്സ് സർവൈവൽ. അപ്പോ ഈ എബിലിറ്റി ടു ചേഞ്ച് അല്ലെങ്കിൽ എബിലിറ്റി ടു അഡ്ജസ്റ്റ്, ഈ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? ചില ഫിനോട്ടിപ്പിക് ചേഞ്ചസ്, അതായത് ഫിനോട്ടിപ്പിക് എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കൽ അല്ലെങ്കിൽ പുറത്തെ അപ്പിയറൻസിന്റെ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി ചേഞ്ച് ഇൻ എൻവയൺമെന്റ്. അപ്പൊ എന്ത് പറയാൻ പറ്റും? എബിലിറ്റി ടു അഡ്ജസ്റ്റ് അല്ലെങ്കിൽ എബിലിറ്റി ടു ചേഞ്ച് ഓർ അഡാപ്റ്റ് അക്കോർഡിംഗ് ടു ദ എൻവയൺമെന്റ് ഇൻ വിച്ച് ദേ ആർ പ്രസന്റ്. അതിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിളും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോ ഇത്രയും അറിയെങ്കിൽ ക്വസ്റ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പ്ലാസ്റ്റിസിറ്റി മീൻസ് എന്ത് പറയാൻ പറ്റും? പ്ലാന്റ് റൂട്ട്സ് ആർ എക്സ്റ്റെൻസിബിൾ എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. എന്തുകൊണ്ട് തെറ്റായി? എക്സ്റ്റെൻസിബിൾ അല്ലെങ്കിൽ പ്ലാന്റ് റൂട്ട്സിന് എക്സ്ട്രാ എലോങ്ങേഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻസിബിലിറ്റി ആണ് പ്ലാസ്റ്റിസിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റായിട്ടുള്ള ഡെഫിനിഷൻ ആണ്. സെക്കൻഡ്, പ്ലാന്റ് ഡെവലപ്മെന്റ് ഇസ് ഡിപെൻഡന്റ് ഓൺ ദി എൻവയൺമെന്റ്. എൻവയൺമെന്റിന്റെ അക്കോർഡിംഗ്ലി എബിലിറ്റി ടു ചേഞ്ച് അല്ലെങ്കിൽ അഡാപ്റ്റിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്ലാസ്റ്റിസിറ്റി വിളിക്കുന്നത്. സ്റ്റെംസ് ക്യാൻ എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അപ്പോ 8th ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. ഇനി 9th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ടു ഇൻക്രീസ് ഷുഗർ പ്രൊഡക്ഷൻ ഇൻ ഷുഗർ കെയിൻസ് ദേ ആർ സ്പ്രേഡ് വിത്ത്. ഷുഗർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ എന്ത് വെച്ചാണ് സ്പ്രേ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഷുഗർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഷുഗർ കെയിന്റെ എന്ത് ഇൻക്രീസ് ചെയ്യണം? ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യണം. ഷുഗർ കെയിന്റെ ഗ്രോത്ത് ഇസ് മോസ്റ്റ്ലി ഇൻ ടേംസ് ഓഫ് അവരുടെ ലെങ്ത്. അപ്പൊ എന്താ? ഇലോങ്ങേഷൻ കൂട്ടണം, സ്റ്റെം ഗ്രോത്ത് കൂട്ടണം. അപ്പൊ ഷുഗർ പ്രൊഡക്ഷൻ ഇൻ ടേംസ് ഓഫ് സ്റ്റെം ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോ ലെങ്ത് ഓഫ് സ്റ്റെം ഇൻക്രീസ് ചെയ്യുന്നു. ലെങ്ത് ഓഫ് സ്റ്റെം ഇൻക്രീസ് ചെയ്താൽ എങ്ങനെയാ? ഇൻക്രീസ്ഡ് yield. ആൻഡ് NCERT തന്ന അടുത്ത പോയിന്റ് ആണ്, ഇറ്റ് ഇൻക്രീസ് ദ yield ആസ് മച്ച് as 20 tons per acre. അപ്പൊ എന്ത് പറ്റും? ഇൻക്രീസ്ഡ് yield ആണെങ്കിൽ ഇൻക്രീസ്ഡ് ഷുഗർ പ്രൊഡക്ഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? എലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുന്ന, സ്റ്റെം ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ആണ് ക്വസ്റ്റ്യൻ ബേസിക്കലി ചോദിച്ചിരുന്നത്. വിച്ച് ഇസ് എന്താണ്? IAA അല്ല, സൈറ്റോകൈനിൻ അല്ല, എഥിലീനും അല്ല. എന്തായിരിക്കും? ഗിബറലിൻ ആണ് സ്റ്റെം സെൽ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ സ്റ്റെം ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്.
അപ്പൊ 9th ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ സി. ഇനി IAA എന്തുകൊണ്ട് അല്ല എന്ന് വെച്ചാൽ നമുക്ക് എന്തറിയാം, IAന്റെ മെയിൻ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തോ. IAന്റെ മാത്രമല്ല ഈ ഓരോന്നിന്റെയും മെയിൻ ഫംഗ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് മറ്റേ ഓപ്ഷൻസ് കറക്റ്റ് ആയില്ല. ഇപ്പോ IAA ഇൻഡോൾ അസറ്റിക് ആസിഡിന്, അതായത് ഓക്സിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻഡ്യൂസസ് റൂട്ട് ഫോർമേഷൻ. പിന്നെ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇൻഡ്യൂസസ് അല്ലെങ്കിൽ റെഡ്യൂസസ് ഒന്നും പറയാനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നാണ്. പ്രിവെന്റ് ചെയ്യുന്നതിന് ഞാൻ പ്രത്യേകിച്ച് പ്രിവെൻസ് എന്ന് പറഞ്ഞ് എഴുതും. ഇനി ലീഫ് ഡ്രോപ്പ് ഇൻ യങ് ലീവ്സ് നമ്മൾ ഓക്സിന്റെ ഫംഗ്ഷനിൽ പഠിച്ചതാണ്. അതിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ഇറ്റ് പ്രിവെന്റ്സ് ലീഫ് ഡ്രോപ്പ് ഇൻ യങ് ലീവ്സ്. യങ് ലീവ്സിന്റെ ഡ്രോപ്പ് പ്രിവെന്റും ചെയ്യും, അതായത് ഷെഡിങ് ഓഫ് പ്രിവെന്റും ചെയ്യും. ആൻഡ് മെച്ചോർ ലീവ്സിന്റെ ആബ്സിഷൻ അല്ലെങ്കിൽ ഷെഡിങ് എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യുന്നു. പ്രൊമോട്ട്സ് ആബ്സിഷൻ ഓഫ് മെച്ചോർ ലീവ്സ്. ആൻഡ് നമ്മൾ ആദ്യം തൊട്ട് പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ഫംഗ്ഷൻ അപ്പൈക്കൽ ഡോമിനൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്? ഓക്സിൻ. അപ്പൊ ഇത്രയും ഓക്സിന്റെ ഫങ്ഷൻസ് ആണ്. ഇനി സൈറ്റോകൈനിന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ സൈറ്റോകൈനിൻ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ന്യൂ ലീവ്സ് ഉണ്ടാക്കുക, സെൽ ഡിവിഷൻ വഴി ന്യൂ ലീവ്സ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. ആൻഡ് ഷൂട്ട് ബഡ്സിന്റെ ഡെവലപ്മെന്റും ആരുടെ ഫംഗ്ഷൻ ആണ്? സൈറ്റോകൈനിന്റെ ഫംഗ്ഷൻ ആണ്. ഷൂട്ട് ബഡ്സിന്റെ ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കേണ്ടതാണ് അഡ്വന്റീഷ്യസ് ഷൂട്ട്സിന്റെ ഫോർമേഷനും ആര് ഇൻക്രീസ് ചെയ്യുന്നു? സൈറ്റോകൈനിൻ ഇൻക്രീസ് ചെയ്യുന്നു. അഡ്വന്റീഷ്യസ് ഷൂട്ട് ആൻഡ് ഓൾസോ ന്യൂട്രിയൻ മൊബിലൈസേഷൻ ഇസ് ഇൻക്രീസ്ഡ് ബൈ സൈറ്റോകൈനിൻ. സൈറ്റോകൈനിന്റെ ഇത്രയും ഫംഗ്ഷൻ അറിഞ്ഞിരിക്കുക, ഓക്സിന്റെ ഇത്രയും ഫംഗ്ഷൻ അറിഞ്ഞിരിക്കുക. ഇനി എന്താണ്? ഗിബറലിൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സ്റ്റിൽ ഒന്നും കൂടി എഴുതാം. ഗിബറലിൻസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗിബറലിൻസ് ഒന്നാമത്തെ പോയിന്റ്, ഗ്രോത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ഇറ്റ് ഇൻക്രീസസ് സ്റ്റെം ഗ്രോത്ത്, അതുകൊണ്ടാണ് ഇലോങ്ങേഷന് കോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെനസെൻസിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ഇറ്റ് ഡിലേസ് സെനസെൻസ്. അപ്പോ എഥിലീനും ഗിബറലിനും എങ്ങനെയാണ്? ആന്റഗോണിസ്റ്റിക് ആക്ഷൻ ആണ് ഇൻ കേസ് ഓഫ് സെനസെൻസ്. ഇത് ഡിലേ ചെയ്യുന്നു, എഥിലിൻ ഫാസ്റ്റൻ ചെയ്യുന്നു. ഇൻക്രീസ് സ്റ്റെം ഗ്രോത്ത് പറഞ്ഞു, അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും പറയാം? ഇൻക്രീസ് പ്ലാന്റ് ആക്സിസിന്റെ ലെങ്ത്. അതും സ്റ്റെം ഗ്രോത്തും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ആൻഡ് തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ്സ് ഷേപ്പ് ഓഫ് ഫ്രൂട്ട്സ്. ഇത്രയാണ് ഗിബറലിൻസിന്റെ മെയിൻ ഫംഗ്ഷൻ. ഇനി എഥിലീന്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തൊക്കെയാണ് എഥിലീന്റെ ഫംഗ്ഷൻ? ഒന്നാമത്തത് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് കണ്ടു, ബ്രേക്കേജ് ഓഫ് സീഡ് ഡോർമെൻസി കണ്ടിരുന്നു, ആൻഡ് ജെർമിനേഷൻ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ഇറ്റ് ഇനീഷ്യേറ്റ്സ് ജെർമിനേഷൻ, ഇൻഡ്യൂസസ് സീഡ് ജെർമിനേഷൻ. പിന്നെ റൂട്ട് ഇനീസിയേഷനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇൻഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇൻക്രീസസ് സ്പീഡ് ഓഫ് ലീഫ് ആൻഡ് ഫ്ലവർ സെൻസൻസ്. അപ്പൊ ഓരോ ഹോർമോൺസിന്റെ ഫംഗ്ഷൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞു. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, സ്റ്റെം ഇലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഗിബറലിൻ. അപ്പൊ അതുകൊണ്ടാണ് അത് ആൻസർ ആവുന്നത്. ഇനി 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ABA ആബ്സിസിക് ആസിഡ് ആക്ട്സ് ആന്റഗോണിസ്റ്റ് ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് എഥിലീൻ തന്നിട്ടുണ്ട്, സൈറ്റോകൈനിൻ തന്നിട്ടുണ്ട്, ഗിബറലിക് ആസിഡ് തന്നിട്ടുണ്ട്, IAA തന്നിട്ടുണ്ട്. അപ്പോ ഇതിന് ആൻസർ എന്തായിരിക്കും? ചാപ്റ്ററിന്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആബ്സിസിക് ആസിഡിന്റെ ആന്റഗോണിസ്റ്റിക് ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ്? ഗിബറലിക് ആസിഡ്. ഇനി വൈ എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ ആണ് നമുക്കൊരു ടേബിൾ വരക്കാം. ആൻഡ് ഓരോ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഓരോ ക്രൈറ്റീരിയ വെച്ച് ഈ ആബ്സിസിക് ആസിഡും ഗിബറലിക് ആസിഡും ഓൺ ദി സെയിം ഫംഗ്ഷൻ എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നത് നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പൊ ABA വേഴ്സസ് ഗിബറലിക് ആസിഡ് അല്ലെങ്കിൽ GA നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഫസ്റ്റ് തിങ്, പ്ലാന്റ് ഗ്രോത്തിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പ്ലാന്റ് ഗ്രോത്ത് എടുത്തു നോക്കിയാൽ ആബ്സിസിക് ആസിഡ് ഇൻഹിബിറ്റ്സ് പ്ലാന്റ് ഗ്രോത്ത്, പക്ഷെ ഗിബറലിക് ആസിഡ് എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട്സ് പ്ലാന്റ് ഗ്രോത്ത്. ഇനി സെക്കൻഡ് തിങ്, ഡോർമെൻസി. സീഡ് ഡോർമെൻസിയിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ഫംഗ്ഷൻ വഹിക്കുന്നത്? ആബ്സിസിക് ആസിഡ് പ്രൊമോട്ട്സ് സീഡ് ഡോർമെൻസി, പക്ഷെ ഇൻഹിബിറ്റ് ചെയ്യുന്നു സീഡ് ഡോമിനൻസി ബൈ ആര്? ഗിബറലിക് ആസിഡ്. കാരണം ഇത് സീഡ് ഡോർമെൻസി ഓവർകം ചെയ്യണമെങ്കിൽ ആൻഡ് സീഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതിട്ട് കൊടുക്കുക? ഗിബറലിക് ആസിഡ് എന്നാണ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ യൂസ് ചെയ്യുന്നത്. ഇനി ആബ്സിഷൻ എങ്ങനെ? ആബ്സിഷൻ എന്ന് പറയുന്നത് എന്താ? ലീവ്സിലും ഫ്ലവേഴ്സിന്റെയും ഫ്രൂട്ട്സിന്റെയും
ആബ്സിഷൻ നമുക്ക് ഈ ടേമിൽ പറയാൻ പറ്റും. അപ്പൊ ആബ്സിഷൻ എങ്ങനെയാണ് ആബ്സിസിക് ആസിഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നു. അതായത് അതിന്റെ പേര് തന്നെ ആബ്സിസിക് ആസിഡ് ആണ്. ബിക്കോസ് ഇറ്റ് കോസസ് ദി ആബ്സിഷൻ ഓഫ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഗിബറലിക് ആസിഡ് എന്ത് ചെയ്യാണ്? അത് ഡിലേ ചെയ്യാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആബ്സിഷൻ ഡിലേ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ സെനസെൻസ് ഇസ് ഓൾസോ ഡിലേഡ്. സെനസെൻസ് ഡിലേഡ് ആകുമ്പോൾ എന്ത് പറ്റുന്നു? പ്രൊമോട്ട്സ് ലോങ്ങർ റീറ്റെയിൻമെന്റ് ഓഫ് ഫ്രൂട്ട്സ് ഓൺ ട്രീസ്. ഷെഡിങ് കുറക്കുന്നു ആൻഡ് റീറ്റെയിൻമെന്റ് ലോങ്ങർ ആക്കി കൊടുക്കുന്നു. പ്രൊമോട്ട്സ് ലോങ്ങർ റീറ്റെയിൻമെന്റ് ഓഫ് ഫ്രൂട്ട്സ് ഓൺ ട്രീസ്. ഇത്രയാണ് ആബ്സിസിക് ആസിഡിന്റെയും ഗിബറലിക് ആസിഡിന്റെയും ആന്റഗോണിസ്റ്റിക് ഫംഗ്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ പറയേണ്ടത്. ഇനി 11th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? മോണോകാർപ്പിക് പ്ലാന്റ്സ് ആർ ദോസ് വിച്ച് ഓപ്ഷൻ എ bear flowers with one ovary, option B flower once and die, option C bear only one flower, option D all of the above. അപ്പൊ എന്താണ് മോണോകാർപ്പിക് പ്ലാന്റ്സ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് മോണോ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ. കാർപ്പിക് എന്ന് പറഞ്ഞാല് നമുക്കറിയാം എന്താണ്? ഫ്രൂട്ട് എന്ന് മീനിങ് വരുന്ന ടേം ആണ് കാർപ്പിക്. അപ്പൊ സിംഗിൾ ഫ്രൂട്ട് എന്നാണ് ആ ടേം പറയുന്നത്. അപ്പോ അതിന്റെ ആൻസർ എന്തായിരിക്കും? മോണോകാർപ്പിക് പ്ലാന്റ്സ് ആർ those which bear flowers and fruits only once in their life cycle. Once in their whole life cycle. എന്താ? ഒരു തവണ ഫ്ലവർ ചെയ്യും ആൻഡ് seeds are produced. And അത് കഴിയുമ്പോൾ എന്താ? They die after their first flowering and production. They die after first flowering and seed production. ഇനി എക്സാമ്പിൾസ് ഓഫ് മോണോകാർപ്പിക് പ്ലാന്റ്സും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ക്യാരറ്റ് മോണോകാർപ്പിക് ആണ്, ക്യാബേജ് മോണോകാർപ്പിക് ആണ്, ഷുഗർ ബീറ്റ്, ഇവരൊക്കെ മോണോകാർപ്പിക് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ വരുന്നതാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ദേ ഫ്ലവർ വൺസ് ആൻഡ് ഡൈ എന്നാണ് അതിന്റെ ഓപ്ഷനിൽ വരിക. അപ്പോ ഏതായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? ബെയർ ഫ്ലവേഴ്സ് വിത്ത് വൺ ഓവറി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഫ്ലവർ വൺസ് ആൻഡ് ഡൈ ആണ് കറക്റ്റ് ഓപ്ഷൻ. ആൻഡ് ഓപ്ഷൻ സി പറയുന്നത് ബെയർ ഓൺലി വൺ ഫ്ലവർ എന്നാണ്. അങ്ങനെയില്ല. വെൻ ദേ ഫ്ലവർ പ്രോപ്പർലി, അതായത് എല്ലാ ഷൂട്ടിലും എല്ലാ സ്ഥലത്തും ഫ്ലവർ ചെയ്യും. ആൻഡ് ബെയർ ഓൺലി വൺ ഫ്ലവർ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റായിരിക്കും. ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ഓൾ ഓഫ് ദി അബവ് ആണ്. അതും എങ്ങനെയാണ്? തെറ്റാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി. 11th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി. ഇനി 12th ക്വസ്റ്റ്യൻ. ദ ഫോട്ടോ പീരിയഡ് ഇൻ പ്ലാന്റ്സ് ഇസ് പെർസീവ്ഡ് അറ്റ്. എവിടെയാണ് ഫോട്ടോ പീരിയഡ് ഇൻ പ്ലാന്റ്സ് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് ഫോട്ടോ പീരിയഡ് എന്ന് ആദ്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോട്ടോ പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം നമ്മുടെ സൈക്കിൾ എങ്ങനെയാണ് വരുന്നത്? ഡേ ആൻഡ് നൈറ്റ് സൈക്കിൾ ആയിട്ടാണ് വരുന്നത്. അതായത് ലെങ്ത് ഓഫ് ഡേയും ലെങ്ത് ഓഫ് നൈറ്റും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മുടെ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ഫ്ലവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ദി റിലേറ്റീവ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഡേ എത്രയാണ്, നൈറ്റ് എത്രയാണ്, അതിനനുസരിച്ച് പ്ലാന്റ്സ് കാണിക്കുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോ പീരിയഡ്. റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ദി റിലേറ്റീവ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്ന ഫിനോമിനൻ എന്ന് പറയുന്നത് വിളിക്കുന്നത്. ആൻഡ് സൈറ്റ് ഓഫ് പെർസെപ്ഷൻ, അതായത് എത്ര ഡേ ഉണ്ട് എത്ര ലെങ്ത് ഉണ്ടെന്ന് ഏത് സൈറ്റ് ആണ് പെർസീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ഓഫ് എന്തിന്റെ? ഫോട്ടോ പീരിയഡ് ഇസ് ലീവ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കണ്ടുപിടിച്ച ഒരു എക്സ്പെരിമെന്റ് വഴിയാണ് നമുക്ക് ആ എക്സ്പെരിമെന്റിന്റെ എൻഡിൽ നമുക്ക് എന്ത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി? വി ഡിറ്റക്റ്റഡ് ദാറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഡ്യൂറേഷൻ എത്രയാണ് ടു വിച്ച് ദ പ്ലാന്റ് ഇസ് എക്സ്പോസ്, അത് ഡിറ്റക്ട് ചെയ്യുന്നത് ലീവ്സ് എന്ന് പറയുന്ന പ്ലാന്റ് പാർട്ട് ആണ്. ആൻഡ് ദേ ഓൾസോ സിന്തസൈസ് ഒരു ഹോർമോണൽ സബ്സ്റ്റൻസ് ഇതിനനുസരിച്ച് സിന്തസൈസ് ചെയ്യും ഇൻ ദി ലീവ്സ്. ആൻഡ് ഫോട്ടോ പീരിയഡ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് എക്സ്പോഷർ ഓഫ് പ്ലാന്റ്സ് ടു ദി ഫോട്ടോ പീരിയഡ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ട്രാൻസ്ലോക്കേഷൻ ഓഫ് ദിസ് നമ്മൾ കണ്ടുപിടിച്ച ഹോർമോണൽ സബ്സ്റ്റൻസ് ടു ദി ഷൂട്ട് അപ്പൈസസ്. അതായത് എക്സ്പോഷർ ഓഫ് പ്ലാന്റ്സ് ടു ഫോട്ടോ പീരിയഡ്, അതായത് ഡിഫറെന്റ് ഡേ ആൻഡ് നൈറ്റ് ലെങ്തിലേക്ക് നമ്മൾ എക്സ്പോസ് ചെയ്ത് വെക്കാണ്. എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ഒരു ഹോർമോണൽ സബ്സ്റ്റൻസ് ഉണ്ട്. ആ ഹോർമോണൽ സബ്സ്റ്റൻസ് ആർ പ്രസന്റ് ഇൻ ലീവ്സ് ആൻഡ് ദേ ആർ ട്രാൻസ്ലോക്കേറ്റഡ്. ട്രാൻസ്ലോക്കേഷൻ ഓഫ് hormonal substance to the shoot apices. ഷൂട്ടിന്റെ അപ്പെക്സിലേക്ക് അവർ നീങ്ങും ആ ഹോർമോണൽ സബ്സ്റ്റൻസ്. അപ്പൊ എന്ത് പറ്റും? ഷൂട്ട് അപ്പെക്സിൽ ഓൺ റീച്ചിങ് ദേ കൺവേർട്ട്
the shoot apical meristem into floral meristem. Shoot apical meristem they convert to floral meristem. അങ്ങനെ ഫ്ലോറൽ മെറിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ഇത് എന്തിനു ഹെൽപ്പ് ചെയ്തു? ഹെൽപ്സ് ഇൻ ഫ്ലവറിങ്. ഈവൻ ഇൻ കേസ് ഷൂട്ട് അപ്പൈസസ് മോഡിഫൈ ചെയ്യാൻ അവര് ഫ്ലവറിങ് അപ്പൈസസ് ആയിട്ട് ഷൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം ഫ്ലവറിങ് മെറിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ആണ് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ആവാണെങ്കിൽ പോലും അവർക്ക് എങ്ങനെയാണ് ഈ ഷൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റത്തിന് എന്ത് പെർസീവ് ചെയ്യാൻ പറ്റില്ല? ദേ കനോട്ട് പെർസീവ് ഫോട്ടോ പീരിയഡ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഷൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റത്തിൽ ഫ്ലോറൽ മെറിസ്റ്റം വന്ന് കൺവേർട്ട് ആയി പോവാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഇതല്ല. എന്തല്ല? ഷൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം ആണ് ഈ ഫോട്ടോ പീരീഡ് പെർസീവ് ചെയ്യുന്നതല്ല. ദേ കനോട്ട് പെർസീവ് ഫോട്ടോ പീരിയഡ്സ്. ഇൻ ടേൺ ആരാണ് പെർസീവ് ചെയ്യുന്നത്? നമ്മുടെ ലീവ്സ് ആണ് പെർസീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ലീവ്സ് എന്നുമാണ് എഴുതിയത്. അപ്പോ എങ്ങനെയാണ് ഫോട്ടോ പീരിയഡിന് ആ ഹോർമോണൽ സബ്സ്റ്റൻസിന്റെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുക ആൻഡ് ഹൗ ഫർദർ ചേഞ്ചസ് അക്കർ എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ചോദിച്ചിരിക്കുന്നത് ഫേസ് ഓഫ് ഗ്രോത്ത് വിച്ച് ഇസ് മാക്സിമം ആൻഡ് ഫാസ്റ്റസ്റ്റ്. ഫാസ്റ്റസ്റ്റ് ആൻഡ് മാക്സിമം ഗ്രോത്തിന്റെ ഫേസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എക്സ്പോണൻഷ്യൽ. എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് ലോഗ് ഫേസ് എന്നും വിളിക്കാവുന്നതാണ്. എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ലോഗ് ഫേസ് ഓഫ് എസ് കർവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാക്സിമം ആൻഡ് ഫാസ്റ്റസ്റ്റ് ഫേസ് ഓഫ് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? അപ്പൈക്കൽ ഡോമിനൻസ് ആസ് expressed in dicot plants due to the presence of more dash in the apical bud than in the lateral buds ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അപ്പൈക്കൽ ഡോമിനൻസ് എന്താണ്? ഗ്രോത്ത് ഓഫ് ലേറ്ററൽ ബഡ്സ് ഗെറ്റിംഗ് ഇൻഹിബിറ്റഡ് ഡ്യൂ ടു ദി ഗ്രോത്ത് ഓഫ് അപ്പൈക്കൽ ബഡ്. അപ്പൈക്കൽ ബഡ് കാരണം ലേറ്ററൽ ബഡ്സിന്റെ ഡോർമൻസി കൂടാണ്. ദേ ആർ ഗെറ്റിംഗ് ഇൻഹിബിറ്റഡ്. ഇത് എന്തിന്റെ ആക്ഷൻ കാരണമാണ്? ഓക്സിന്റെ ആക്ഷൻ കാരണമാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? പ്രസൻസ് ഓഫ് മോർ ഓക്സിൻ in the apical regions of roots and shoots. In the third question, in addition to auxin, a dash must be supplied to the culture medium to obtain a good callus in plant tissue culture. അപ്പോ നമ്മൾ ഫങ്ഷൻസ് ഓഫ് സൈറ്റോകൈനിൻ പഠിച്ചപ്പോ ടെച്ചിൽ പറഞ്ഞാണ് എന്താണ്? റൂട്ട് റീജനറേഷൻ നടത്തണം. അതായത് നമ്മൾ ടിഷ്യൂ കൾച്ചർ നടത്തുമ്പോൾ ടു ഒബ്റ്റെയിൻ എ ഗുഡ് കാലസ് നമുക്ക് എന്ത് വേണം? സംതിങ് ഷുഡ് പ്രൊമോട്ട് റൂട്ട് റീജനറേഷൻ. അപ്പൊ റൂട്ട് ജനറേഷൻ ചെയ്യണമെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഓക്സിൻ ആണ്. അപ്പൊ ഹൈ ഓക്സിൻ ഇസ് ഓൾറെഡി സപ്ലൈഡ്. ഇൻ അഡീഷൻ ടു ഹൈ ഓക്സിൻ കോൺസെൻട്രേഷൻ നമുക്ക് ഷൂട്ട് റീജനറേഷനും കൂടി നടത്തണം. റൂട്ട് മാത്രം റീജനറേറ്റ് ആയപ്പോൾ ഷൂട്ടും റീജനറേറ്റ് ആവണം. ആൻഡ് ഈ ഷൂട്ട് റീജനറേഷന് പോസിറ്റീവ് ആയിട്ടുള്ള സാധനം ഏതാണ്? ഏത് ഹോർമോൺ ആണ്? സൈറ്റോകൈനിൻ. അപ്പൊ എങ്ങനെയാണ്? നല്ല ഓക്സിൻ സൈറ്റോകൈനിൻ ബാലൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡെവലപ്പ് കാലസ് ഇൻ ടു ചെറിയ ചെറിയ പ്ലാന്റ്ലെറ്റ്സ്. ഞാൻ സൈഡിൽ എഴുതാം. root regeneration due to high auxin concentration and shoot regeneration due to high cytokinin concentration. In option question number D ചോദിച്ചിരിക്കുന്ന dash of a vegetative plants are the sites of photoperiodic perception. ഏത് സൈറ്റ് ആണ് പെർസീവ് ചെയ്യുന്നതാണ് നമുക്ക് പഠിച്ചത്? ലീവ്സ് ആർ ദി സൈറ്റ്സ് ഓഫ് പെർസെപ്ഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് ലീവ്സ് പെർസീവ് ചെയ്യുന്നു ആൻഡ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നു സം ഹോർമോണൽ സബ്സ്റ്റൻസ് ഇൻ ടു ദി ഷൂട്ട് മെറിസ്റ്റം വിച്ച് ഗെറ്റ്സ് ഇൻ ടേൺ കൺവേർട്ടഡ് ടു ഫ്ലവറിംഗ് മെറിസ്റ്റം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫേസ് ഓഫ് ഗ്രോത്ത് വിച്ച് ഇസ് ഫാസ്റ്റസ്റ്റ് ആണ്. അതിന്റെ ആൻസർ എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗ് ഫേസ് ഓഫ് എസ് കർവ് ആണ്. എന്താണ് ഈ എസ് കർവ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ്? സിഗ്മോയിഡ് ഗ്രോത്ത് കർവ്. സിഗ്മോയിഡ് ഗ്രോത്ത് കർവിൽ ഏതൊക്കെ ഫേസസ് ഉണ്ടെന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. നമ്മൾ ഗ്രോത്ത് കർവ് പ്ലോട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? പുതിയ ഉണ്ടായി വരുന്ന നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, നമ്പർ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ആൻഡ് ദിസ് ഇസ് ടൈം. ടൈം എക്സ് ആക്സിൽ, വൈ ആക്സിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രോത്ത് കാണിക്കാൻ വേണ്ടിയാണ്. ഗ്രോത്തിന്റെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ. അപ്പൊ ഫസ്റ്റ് എന്താവും? ഒരു ചെറിയ ലാഗ് ഫേസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു മാക്സിമം ഫേസിലെ ഗ്രോത്ത്, അതായത് വിച്ച് ഇസ് ലോഗ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ്. അത് കഴിഞ്ഞൊരു സ്റ്റേഷനറി ഫേസ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലാഗ് ഫേസ്. ഇത്രയും ഭാഗത്തിന് ഹൈ ഗ്രോത്ത്, മാക്സിമം ഗ്രോത്ത് കാണിക്കുന്ന ലോഗ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയാം. ആൻഡ് ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രോത്ത്, വലിയ ഗ്രോത്ത് ഒന്നും കാണിക്കുന്നില്ല. ദർ ഇസ് നോ മച്ച് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് റെസ്പെക്ട് ടു പാസിംഗ് ടൈം. അതിന് നമുക്ക് സ്റ്റേഷനറി ഫേസ് എന്ന് വിളിക്കാം. ഇതാണ് സിഗ്മോയിഡ് ഗ്രോത്ത് കർവ്. ഇതിന്റെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന ഫേസ് ഓഫ് ഗ്രോത്ത് വിച്ച് ഇസ് മാക്സിമം ആൻഡ് ഫാസ്റ്റ് സ്റ്റേജ് എന്ത് പറയണം? എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ലോഗ് ഫേസ് ഓഫ് എസ് കർവ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ plant growth substances PGS have innumerable practical applications
നെയിം ദി പ്ലാന്റ് ഗ്രോത്ത് സബ്സ്റ്റൻസസ് യു ഷുഡ് യൂസ് ടു. ഓരോ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഓരോ ഫംഗ്ഷനും കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഗ്രോത്ത് സബ്സ്റ്റൻസ് കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇൻക്രീസ് ഈൽഡ് ഓഫ് ഷുഗർ കെയിൻ. ഷുഗർ കെയിന്റെ ഈൽഡ് കൂടണമെങ്കിൽ ഷുഗർ കണ്ടന്റ് കൂടണം. ഷുഗർ കണ്ടന്റ് കൂടണമെങ്കിൽ ഷുഗർ കെയിന്റെ ലെങ്ത് കൂടണം. അപ്പോ വിച്ച് പ്ലാന്റ് ഗ്രോത്ത് സബ്സ്റ്റൻസസ് ഹെൽപ്പ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ലെങ്ത് എന്ന് വെച്ചാൽ അത് എന്ത് പറയാൻ പറ്റും? ഗിബറെലിൻസ്. ഗിബറെലിൻസ് ആണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് വിച്ച് ഹോർമോൺ ഹെൽപ്സ് ഇൻ പ്രൊമോട്ടിംഗ് ലേറ്ററൽ ഷൂട്ട് ഗ്രോത്ത്. ലേറ്ററൽ ഷൂട്ട് ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? സൈറ്റോകൈനിൻ. കാരണം എന്താ? സൈറ്റോകൈനിൻ പ്രൊമോട്ട്സ് ലേറ്ററൽ ഗ്രോത്ത് ആൻഡ് ഓൾസോ നമ്മൾ അഡ്വന്റീഷ്യസ് ഷൂട്ട് ഫോർമേഷൻ നമ്മൾ പഠിച്ചപ്പോൾ അതിലും പഠിച്ചിരുന്നു ഈ സൈറ്റോകൈനിൻസ് ആണ് അഡ്വന്റീഷ്യസ് ഷൂട്ട് ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്നത്. ദസ് ഓവർകം അപ്പൈക്കൽ ഡോമിനൻസ്. അപ്പൊ ലേറ്ററൽ ഷൂട്ട് ഗ്രോത്ത് ആലോചിക്കണമെങ്കിൽ രണ്ട് രീതിയിൽ ആലോചിക്കാം. ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം സൈറ്റോകൈനിൻ ഹെൽപ്സ് ഇൻ ലേറ്ററൽ ഷൂട്ട് ഗ്രോത്ത്. ഇനി ഇത് ഇൻ കേസ് അറിയില്ലെങ്കിൽ നമുക്കറിയാം ഓക്സിൻ അപ്പൈക്കൽ ഡോമിനൻസ് ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഓൾറെഡി അറിയാം. ആൻഡ് ഓക്സിന്റെ ആന്റഗോണിസ്റ്റ് ആണ് സൈറ്റോകൈനിൻ. അപ്പൊ എന്തായിരിക്കും? ലേറ്ററൽ ഷൂട്ട് ഗ്രോത്ത് കൂട്ടുന്ന ആളായിരിക്കും സൈറ്റോകൈനിൻ. ഇനി സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടറ്റോ ട്യൂബർ. സ്പ്രൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ജെർമിനേഷൻ നടക്കുക ആൻഡ് ടു ബ്രേക്ക് സീഡ് ഡോർമൻസി. ബ്രേക്കിംഗ് സീഡ് ഡോർമൻസി അല്ലെങ്കിൽ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റിംഗ് ജെർമിനേഷൻ. ഇതൊക്കെ നടത്തുന്നത് ആരാന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ? നമുക്കറിയാം, ഓൾറെഡി പഠിച്ചാണ്. ഇതിന് രണ്ടും ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് എഥിലീൻ. ഇനി ഓപ്ഷൻ ഡി ചോദിച്ചിരിക്കുന്ന ഇൻഹിബിറ്റിംഗ് സീഡ് ജെർമിനേഷൻ. എങ്ങനെയാണ്? പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്ററിനെ പറ്റിയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്ലാന്റ് മെറ്റബോളിസം അല്ലെങ്കിൽ സീഡ് ജെർമിനേഷൻ, സീഡ് ഡോർമൻസി പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ക്ലോഷർ ഓഫ് സ്റ്റൊമേറ്റ പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ആബ്സിസിക് ആസിഡ്. ഇങ്ങനെ ആലോചിക്കാം. അൺഫേവറബിൾ വെതർ കണ്ടീഷൻ ആണെങ്കിൽ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? നമുക്ക് അൺഫേവറബിൾ വെതർ കണ്ടീഷൻ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സീഡ് ഡോർമൻസി പ്രൊമോട്ട് ചെയ്യണം. അതിനുള്ള ഹോർമോൺ ആരാണ്? ആബ്സിസിക് ആസിഡ്. പ്രൊമോട്ട്സ് സീഡ് ഡോർമൻസി, ഇൻഹിബിറ്റ്സ് പ്ലാന്റിന്റെ മെറ്റബോളിസം. ഇൻഹിബിറ്റ് നല്ല സ്ലോ ഡൗൺ ചെയ്യും മെറ്റബോളിസം. ആൻഡ് ഓൾസോ ക്ലോഷർ ഓഫ് സ്റ്റൊമേറ്റ അറ്റ് ദി ടൈം ഓഫ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ കണ്ടീഷൻ. അതുകൊണ്ടാണ് നമ്മൾ ആബ്സിസിക് ആസിഡിനെ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഓരോ പ്ലാന്റ് ഗ്രോത്ത് സബ്സ്റ്റൻസ് ഏതൊക്കെ ഫംഗ്ഷൻ ആണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം പോലെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? A primary root grows from 5 centimeter to 19 centimeter in a week. Calculate growth rate and relative growth rate over the period. Growth rate കണ്ടുപിടിക്കണം, relative growth rate കണ്ടുപിടിക്കണം. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 3 വെരി ഷോർട്ട് ആൻസർ ടൈപ്പിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് എങ്ങനെയാണ് ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കുന്നത്? ഒരു ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. ആ ഫോർമുല എങ്ങനെയാണ്? W1 equals W0 e raised to RT. ആൻഡ് ഈ ഫോർമുല പറയുന്ന W1 എന്താണ്? W1 being the final size, W0 being the initial size, R എന്ന് പറയുന്നത് എന്താ? ഗ്രോത്ത് റേറ്റ്, T എന്ന് പറയുന്നത് ടൈം. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് എന്തിന്റെ ആൻസർ കിട്ടും? നമ്മുടെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് അറ്റ് എ ടൈം T ഈക്വൽസ് ഇനീഷ്യൽ ലെങ്ത് പ്ലസ് ആർ ടി എന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ലെങ്ത് അറ്റ് എ ടൈം T ഇവിടെ തന്നിരിക്കുന്നത് എന്താ? 19. ഇനീഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് 5. ആർ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 1 വീക്ക് ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 19 - 5 14 ഈക്വൽസ് ആർ എന്ന് കിട്ടും. ഗ്രോത്ത് റേറ്റ് എന്താന്ന് കിട്ടി? 14 ആണ് ഗ്രോത്ത് റേറ്റ് നമുക്ക് കിട്ടി. ഇനി റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് നമുക്ക് എങ്ങനെയാണ് പറയാ? റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാല് ഹൗ മച്ച് ഇസ് ഇറ്റ് റിലേറ്റീവ്ലി ഗ്രോൺ, അതായത് ആ ചേഞ്ച് എത്രയാണ് കണ്ടത് ബൈ ഇനീഷ്യൽ എത്രയായിരുന്നു ഇൻറ്റു 100. ഇതാണ് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. അപ്പൊ ചേഞ്ച് എത്രയാണ്? ആദ്യം 5 ആയിരുന്നു, പിന്നെ 19 ആയി. അപ്പൊ 19 - 5 ആണ് ആ ചേഞ്ച്. ഇനീഷ്യൽ അഗെയിൻ 5 ഇൻറ്റു 100. അത് എത്ര വരും? 14/5 ഇൻറ്റു 100. അതായത് അറൌണ്ട് 2.8% എന്തായി? റിലേറ്റീവ്ലി ദ റൂട്ട് ഹാസ് ഗ്രോൺ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റും സാധാരണ നോർമൽ ഗ്രോത്ത് റേറ്റും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിഞ്ഞിരിക്കണം. നമുക്ക് വേണമെങ്കിൽ പെർസെന്റേജിലേക്ക് ആക്കാം, അല്ലെങ്കിൽ പെർസെന്റേജ് ഇല്ലാണ്ടും സെന്റിമീറ്ററിന്റെ ടേംസിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എന്തറിയണം? ലോഗ് അറിഞ്ഞിരിക്കണം. അതെങ്ങനെ വരും? 19
അതാണ് പുതിയ ഗ്രോത്ത്. ആദ്യം എത്രയാണ് 5 ഇൻറ്റു ഇന്റെ വാല്യൂ എത്രയാ 2.7 റേസ് ടു ആർ ടി. ടൈം എന്ന് പറയുന്നത് ഡേയ്സിന്റെ ടേംസ് ആണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഇൻറ്റു 7 ഡേയ്സ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 19/5 ഈക്വൽസ് 2.7 റേസ് ടു 7 ആർ നമുക്ക് പറയാൻ പറ്റും. ഇനി രണ്ട് സൈഡിലും ലോഗ് എടുത്താൽ എന്ത് പറ്റും? ലോഗ് 19/5 ഈക്വൽസ് എന്തെന്ന് പറയാൻ പറ്റും? ലോഗ് 2.7 ഇൻറ്റു ആർ ഇൻറ്റു 7 എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ സോൾവ് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ആറിന്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഫോർമുല ബേസിക്കലി അറിയുമെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കാം. ആൻഡ് ഗ്രോത്ത് റേറ്റിന്റെയും റിലേറ്റീവ് ഗ്രോത്തിന്റെയും ഇന്റർപ്രിട്ടേഷനിലുള്ള ഡിഫറൻസ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? Gibberellins were discovered in Japan. Gibberellins were discovered in Japan when rice plants were suffering from Bakane. Bakane എന്ന് പറഞ്ഞാൽ foolish seedling disease എന്ന് പറയുന്ന ഒരു ഡിസീസ് ആണ്, which is caused by a fungus Gibberella fujikuroi. Give two functions of this phytohormone and which property of gibberellin caused foolish seedling disease in rice എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോ രണ്ട് ഫങ്ഷൻസ് എന്തൊക്കെ പറയാൻ പറ്റും? ഒന്ന്, ഗിബറലിൻസ് എന്ത് ചെയ്യാൻ പറ്റും? വിത്ത് റെസ്പെക്ട് ടു സെനസെൻസ് ഇറ്റ് ഡിലേ സെനസെൻസ്. ഡിലേ സെനസെൻസ് എന്ന് പറയാനുള്ള കാരണം എന്താ? മാർക്കറ്റ് പീരീഡ് ഓഫ് ഫ്രൂട്ട്സ് നമുക്ക് കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് അടിച്ചു കൊടുത്താൽ മതി? ഗിബറലിൻസ് അടിച്ചു കൊടുത്താൽ മതി. മെറ്റബോളിസം പതുക്കെ ലോക്ക് ചെയ്ത് സെനസെൻസ് എന്ത് ചെയ്യും? ഡിലേ ചെയ്യും. അപ്പൊ കൺസിഡറബിളി ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് ചീത്തയാവാണ്ട് നമ്മുടെ ഫ്രൂട്ട്സ് ഇരിക്കും. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് പറയാൻ പറ്റും? മെച്യൂരിറ്റി പീരീഡ് ഹേസ്റ്റൻ ചെയ്യാൻ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്തു? ഗിബറലിൻസ് ഹെൽപ്പ് ചെയ്തു. ഹേസ്റ്റൻസ് മെച്യൂരിറ്റി പീരീഡ്. അപ്പൊ എന്ത് പറ്റും? ഏർലി സീഡ് പ്രൊഡക്ഷൻ. ആൻഡ് ഓൾസോ വേറെ ഗിബറലിന്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റെം ഇലോങ്ങേഷൻ. ഇത് നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റും. ഇനി ഏത് പ്രോപ്പർട്ടിയാണ് ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസ് കോസ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗിബറലിൻ ഹെൽപ്സ് ഇൻ internode elongation which is also called bolting. നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, ഒരു ടേം വന്നിരുന്നു ബോൾട്ടിങ്. അതിന്റെ മീനിങ് ഇന്റർനോഡ് ഇലോങ്ങേഷൻ ആണ്. ഈ പ്രോപ്പർട്ടി കാരണമാണ് റൈസിൽ ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസ് വന്നത്. നമ്മളിപ്പോ ഫോർത്ത് ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തു. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഓഫ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പോട്ട് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. 13 ക്വസ്റ്റ്യൻസ് ഉണ്ട് വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ. ആൻഡ് ഷോർട്ട് ആൻസറിൽ അറൌണ്ട് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലോങ് ആൻസർ വെറും 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.